ഗേളി മീഡിയയിലേക്ക് സ്വാഗതം. അപ്പം നമ്മുടെ കുടുംബശ്രീ ശാരദ സീരിയലിൻ്റെ എപ്പിസോഡിലേക്ക് പോയാലോ. ഇന്നത്തെ എപ്പിസോഡ് എന്ന് പറയുന്നത് ആ പെൺകുട്ടിയുടെ വിവാഹം കഴിക്കാൻ വേണ്ടി പിന്നെ ലാസ്റ്റ് അവർ സമ്മതിക്കുകയാണ്. അങ്ങനെ പെൺകുട്ടി കതിർമണ്ഡപത്തിൽ ഇരിക്കുന്നു, അവനും ഇരിക്കുന്നു. ആ സമയത്ത് ആ പെൺകുട്ടി ആ പയ്യനോട് ചോദിക്കുന്നു, നിങ്ങൾ ശരിക്കും എന്നെ സ്നേഹം കൊണ്ടാണോ കല്യാണം കഴിക്കുന്നത്, അതോ ഈ സ്വർണവും പണവും കണ്ടിട്ടല്ലേ എന്ന് ചോദിക്കുന്നു. അപ്പം പറയുക അല്ലാന്ന്. പിന്നെ എന്തുകൊണ്ടാണ് ആദ്യം എൻ്റെ കയ്യിൽ സ്വർണ്ണമില്ല എന്ന് മനസ്സിലായപ്പോൾ നിങ്ങൾ ഈ കല്യാണം വേണ്ട എന്ന് പറഞ്ഞതെന്ന് ചോദിക്കും. അപ്പോൾ അവനൊന്നും മിണ്ടത്തില്ല. പെട്ടെന്ന് തന്നെ ആ പെൺകുട്ടി ചാടി എഴുന്നേൽക്കും. എന്നിട്ട് പറയും, എനിക്ക് ഈ കല്യാണം വേണ്ട എന്ന് പറയും. അപ്പോൾ അച്ഛൻ കിടന്ന് കരയും. അപ്പോൾ പറയും, അച്ഛൻ കരയരുത്, കാരണം ഇവർ ഈ പണത്തിനും സ്വർണത്തിനും വേണ്ടി എന്നെ ഇത്രയും ബുദ്ധിമുട്ടിച്ചുന്ന ആളെ കല്യാണം കഴിഞ്ഞാൽ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരാവശ്യം വന്നു കഴിഞ്ഞാൽ ഇവരെന്നെ കൊല്ലില്ലെന്ന് എന്താ ഉറപ്പെന്ന് ചോദിക്കും. അച്ഛന് ഉറപ്പുണ്ടോ എന്ന് ചോദിക്കും. അപ്പോൾ ആർക്കും ഒന്നും പറയാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മുടെ ശാലിനി കൂടെ ചേർത്ത് നിർത്തിയിട്ട് അവളോട് പറയും, ഇത് ഇവൾക്ക് വേണ്ടിയുള്ള മാത്രമുള്ള ശബ്ദമല്ല, കേരളത്തിലെ മൊത്തം സ്ത്രീകൾക്ക് വേണ്ടിയുള്ള ശബ്ദമാണ്. സ്ത്രീധനം വാങ്ങുന്ന ഓരോരുത്തരും ഇത് അറിയട്ടെ എന്ന് പറയും, ലോകം മുഴുവൻ അറിയട്ടെ എന്ന് പറയും. അങ്ങനെ ഇതൊക്കെ പറയുമ്പോൾ സത്യഭാമയുടെ ഉള്ളിലൊരു സന്തോഷമൊക്കെ വരുന്നുണ്ട്. അവളോടൊരു അഭിമാനമൊക്കെ തോന്നും ശാലിനിയോട്. അങ്ങനെ ഇതൊക്കെ പറഞ്ഞതിന് ശേഷം ആ പെൺകുട്ടി സത്യഭാമയുടെ മുമ്പിൽ പോയി കൈകൂപ്പും നന്ദിയൊക്കെ പറയും. അതിനുശേഷം ശാലിനിയുടെ കൈ ഇങ്ങനെ പിടിച്ചിട്ട് നന്ദി സൂചകമായിട്ട് നിൽക്കുകയാണ്. എന്നിട്ട് ശാലിനി അവിടെ നിന്ന് ഇറങ്ങി പോവുകയാണ്. പിന്നെ സത്യഭാമയും പൊന്നിയുമെല്ലാം അപ്പോൾ ശാലിനി പോകുന്ന സമയത്ത് നമ്മുടെ സത്യഭാമ നോക്കി ഒരു പുഞ്ചിരിയൊക്കെ പുഞ്ചിരിക്കുന്നുണ്ട്. അങ്ങനെ സത്യഭാമയും പൊന്നിയും അവിടെ നിന്ന് ഇറങ്ങുകയാണ്. ഈ സമയത്ത് അവിടെ കല്യാണമെല്ലാം വേണ്ടാന്നും പറഞ്ഞിട്ട് അവരും ഇറങ്ങി തിരിക്കുകയാണ്. ഇതേ സമയത്ത് നസീറിൻ്റെ വീട്ടിലാണെങ്കിൽ നസീറിൻ്റെ ബാപ്പ പള്ളിയിലെ ആൾക്കാരെയൊക്കെ വിളിച്ചു വരുത്തുന്നു. എന്നിട്ട് നൂറിനോട് ചോദിക്കാൻ പറയുന്നു. അപ്പോൾ അവർ നൂറിനെ ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. അപ്പോൾ നൂറ് പറയും, ഞാൻ നസീറിനെ കണ്ടിട്ടില്ല എന്ന് പറയും. ആ സമയത്ത് നമ്മുടെ നൂറിൻ്റെ ബാപ്പ കസേരയിൽ അങ്ങോട്ട് കയറി. അപ്പോൾ നൂറിനെ തല്ലാൻ വേണ്ടി നസീറിൻ്റെ അബൂബക്കർ കൈ ഓങ്ങുന്ന സമയത്ത് നമ്മുടെ നൂറിൻ്റെ ബാപ്പ പറയും, അവളെ തൊട്ട് പോകരുതെന്ന് പറയും. ഇവിടെ നിയമവും കോടതിയില്ലേ, അവനെ കാണാതായെങ്കിൽ കേസ് അന്വേഷിക്കാൻ വിടും. നിൻ്റെ സുഹൃത്തില്ലേ IG, അവൻ്റെ കയ്യിലേക്ക് കേസ് കൊടുക്കുക, കേസ് പോലീസ് അന്വേഷിക്കട്ടെ, അതല്ലേ അതിൻ്റെ ശരി. ഇനിയിപ്പോൾ എൻ്റെ മകൾ തെറ്റുകാരിയാണെങ്കിൽ കോടതി ശിക്ഷ വിധിക്കട്ടെ, നീയായിട്ടൊന്നും ചെയ്യണ്ടെന്ന് പറയും. എന്തായാലും അവനെ കണ്ടെത്താൻ പറയും. അങ്ങനെ ആ സമയത്ത് തന്നെ അബൂബക്കർ തൻ്റെ സുഹൃത്തായ IG വിളിക്കുന്നു. അങ്ങനെ അയാൾ ഈ കേസ് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് വരികയാണ്. അങ്ങനെ വീട്ടിൽ വന്ന് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നു. അപ്പം നൂറിനെ വിളിക്കുന്നു. നൂറ് ഇതൊക്കെ കണ്ടപ്പോൾ തന്നെ IG മനസ്സിലാവുന്നു എന്തോ കള്ളത്തരം ഇവിടെ ഒളിപ്പിക്കുന്നുണ്ടെന്ന്. അതിനുശേഷം ഒളിപ്പിക്കുന്നുണ്ടെന്ന് മനസ്സിലാവുകയാണ്. പിന്നീട് നമ്മുടെ വിഷ്ണുവിനെ ലോക്കപ്പിൽ കാണിക്കുന്ന രംഗങ്ങളാണ് കാണിക്കുന്നത്. നമ്മുടെ ചന്ദ്രബോസ് വിഷ്ണുവിൻ്റെ അടുത്ത് വന്നെന്ന് പറയുന്നത്, നിൻ്റെ ചാർജ് ഷീറ്റൊക്കെ ഞാൻ എഴുതിയിട്ടുണ്ട്, കോടതിയിൽ നിനക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ലെന്ന് പറയും. നീ അന്ന് പറഞ്ഞില്ലേ താടി വടിക്കാൻ, എന്തായാലും ഞാൻ ബ്ലേഡൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്, എന്തായാലും താടി വടിച്ചോളാൻ പറയും. ഇതാടാ ചന്ദ്രബോസ് എന്നും പറഞ്ഞ് ബെല്ല് വിളിക്കുകയാണ്. പക്ഷേ വിഷ്ണു ഒരു കൂസലും ഇല്ലാതെ ഇങ്ങനെ നിൽക്കുകയാണ്. ആ സമയത്ത് ഒരു പോലീസുകാരൻ വന്നിട്ട് പറയും, ആ സ്വർണം പോയ പെൺകുട്ടി അച്ഛനും വന്നിട്ടുണ്ട്, സാറിനെ കാണണമെന്ന്. അങ്ങനെ അവരകത്തേക്ക് വരികയാണ്. അങ്ങനെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ നാളത്തെ എപ്പിസോഡിനെ എല്ലാവരും വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ ബൈ, താങ്ക് യു.